Hi Makle, welcome to Asha sLearning. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗുൽമോഹർ കാ ജന്മദിൻ്റെ എന്തൊക്കെ പഠിച്ചു? ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു, ആക്ടിവിറ്റീസ് പഠിച്ചു, ലെറ്റർ പഠിച്ചു, പോസ്റ്റർ പഠിച്ചു. ഇനി നമുക്കിതിൽ പേഡ് ഓംസെ ലാഭ്, ഒരു പേഡിനെ കുറിച്ച് അല്ലെങ്കിൽ മരത്തെക്കുറിച്ച് ഒരു നിബന്ധമാണ് നമുക്ക് എഴുതാനുള്ളത്, അല്ലെങ്കിൽ ലഘുലേഖാണ് തയ്യാറാക്കാനുള്ളത്. അത് നോക്കണം. അതുപോലെ തന്നെ പിറന്നാൾ ആഘോഷത്തിന്, ഗുൽമോഹറിൻ്റെ പിറന്നാൾ ആഘോഷത്തിന് ബാക്കി എല്ലാ കൂട്ടുകാരും എത്തി. അപർണ എന്ന കൂട്ടുകാരിക്ക് മാത്രം എത്താനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ അപർണയ്ക്ക് നിർമ്മൽ എഴുതുന്ന ഒരു കത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടി നമുക്കിന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ലഘുലേഖ തയ്യാറാക്കാം. എന്തിനെക്കുറിച്ച്? മരത്തെക്കുറിച്ചുള്ള ഒരു ലഘുലേഖയാണ് നമുക്ക് തയ്യാറാക്കാനുള്ളത്. 19ാമത്തെ പേജ് ഒന്ന് നോക്കിക്കോളൂ. ബിന്ദുവോं की സഹായത से ലഘുലേഖ് ലിഖേം, അതായത് താഴെ തന്നിരിക്കുന്ന സൂചനകളനുസരിച്ച് ലഘുലേഖ് തയ്യാറാക്കാൻ. അപ്പോൾ അതിലെന്തെല്ലാം ഉണ്ടാവണം? പേഡോം സെ ലാഭ്, മരങ്ങൾ കൊണ്ടുള്ള ഗുണം. പേഡോം കി കഠായി ക്യോം, എന്തിനാണ് മരങ്ങൾ മുറിക്കുന്നത്? പേഡോം കി സംരക്ഷൺ കി ആവശ്യകത, മരം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഈ മൂന്നെണ്ണവും നമ്മൾ എടുക്കുന്നതിൽ, അതായത് വീഡിയോയിൽ ലഘുലേഖ തയ്യാറാക്കുന്നതിൽ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലഘുലേഖനൊരു പേര് കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പേര് കൊടുക്കാം. ഒന്നുകിൽ പേഡോം സെ ലാഭ് കൊടുക്കാം, അല്ലെങ്കിലോ പേഡോം കെ സംരക്ഷൺ കി ആവശ്യകത. ഈ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നുകിൽ പേഡോം സെ ലാഭ് കൊടുക്കാം, അല്ലെങ്കിൽ പേഡോം കെ സംരക്ഷൺ, അതേതാണ് വേണ്ടതെന്ന് നിങ്ങളുടെ ചോയ്സാണ്. ഏതാണെങ്കിലും ഈ മൂന്നെണ്ണവും അതിൽ ഉൾപ്പെടണം. ഓക്കെ, നമുക്ക് നോക്കാം. പേഡ് ഏക് ഉപഹാർ ഹേ, എന്താണ്? മരം ഒരു വരമാണ്. പേഡ് ഹമേം സ്വസ്ഥ ബനാത്തെ ഹേ, മരം നമുക്ക് നമ്മളെ ആരോഗ്യമുള്ളവരാക്കി മാറ്റുന്നു. पेड़ों से निकलने वाली ഓക്സിജൻ ഹമേം സ്വസ്ഥ രഹത്തെ ഹേ, ഈ മരങ്ങൾ പുറപ്പെടുവിക്കുന്ന ഓക്സിജനാണ് നമ്മളെ ആരോഗ്യമുള്ളവരായി നിർത്തുന്നത്. പേട് സെ ഹമേം ഫൽ और फूल मिलते हैं, പിന്നെ നമുക്ക് മരത്തിൽ നിന്ന് ഫലങ്ങൾ, അതുപോലെ തന്നെ പൂവുകൾ, അതായത് പല മരങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഴവർഗ്ഗങ്ങൾ കിട്ടുന്നു. അതുപോലെ പൂവ് ആവശ്യമുള്ള മരങ്ങൾ, തരുന്ന മരങ്ങൾ നമുക്ക് പൂ തരുന്നു. പിന്നെയോ പേട് ഹമേം ഛായ ദേത്തെ ഹേ, തണൽ തരുന്നു. ബാരിഷ് കർത്തെ ഹേ, മഴ പെയ്യിക്കുന്നു. പേട് ഹമേം മൻമോഹക് ലഗാത്തെ ഹേ, ഇതൊന്നും കൂടാതെ തന്നെ മരങ്ങൾ നമുക്ക് വളരെ മനസ്സിന് സന്തോഷം തരുന്നു. പേട് ഹർ തരഫ് സെ ലാഭദായക ഹേ, എല്ലാ തരത്തിലും മരങ്ങൾ ഒരു ലാഭദായകമാണ് മനുഷ്യന്. പേട് പര്യാവരൺ കോ ശുദ്ധ ബനാത്തെ ഹേ, നമ്മുടെ അന്തരീക്ഷം ശുദ്ധമാക്കുന്നതിൽ മരങ്ങൾക്ക് വളരെ പ്രധാനമായ ഒരു പങ്ക് തന്നെ ഉണ്ട്. പിന്നെയോ ഘർ ബനാനെ കെ ലിയേ ലക്കടി കെ ലിയേ മനുഷ്യ പേട് കാട്ട് ഡാലേ, മനുഷ്യർ വീട് പണിയുന്നതിന്, അതുപോലെ തന്നെ വിറകിൻ്റെ ഉപയോഗത്തിന്, ഇതിനെല്ലാം വേണ്ടി എന്ത് ചെയ്യുന്നു? മരങ്ങളെ വെട്ടി നശിപ്പിക്കുന്നു. इस प्रकार लगातार पेड़ काटने के कारण पर्यावरण पर विपरीत प्रभाव पड़ता है. ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള മരം വെട്ടൽ കൊണ്ട് നമുക്ക് വിപരീതമായ ഫലമാണ് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത്. അന്തരീക്ഷമേം ഓക്സിജൻ കാ അഭാവ് ഹോത്താ ഹേ, വർഷ കം ഹോ ജാത്തി ഹേ, അതായത് ഈ മരങ്ങളിങ്ങനെ വെട്ടി നശിപ്പിക്കുന്നതിലൂടെ പ്രകൃതിയിൽ ഓക്സിജൻ്റെ അഭാവം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മഴ കുറയാൻ കാരണമാകുന്നു. ജീവൻ കെ ലിയേ പേട് സരൂരി ഹേ, ഭൂമിയിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ മരങ്ങൾ അത്യാവശ്യമാണ്. പര്യാവരൺ സംരക്ഷൺ കർനെ മേം പേടോं का മുഖ്യ സ്ഥാൻ ഹേ, അന്തരീക്ഷ സംരക്ഷണത്തിൽ മരങ്ങൾക്ക് പ്രധാനമായ സ്ഥാനം തന്നെയാണ് ഉള്ളത്. पर्यावरण संरक्षण के लिए ज़्यादा से ज़्यादा पौधे लगाए, അതുകൊണ്ട് പ്രകൃതി സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ധാരാളം മരങ്ങൾ വച്ചു പിടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ തന്നിരിക്കുന്ന 3 സൂചനകളും ഇതിൽ വന്നല്ലോ.
എന്തിനാണ് മരം കൊണ്ടുള്ള ലാഭം എന്തെല്ലാമാണ്, എന്തിനു വേണ്ടിയാണ് മരം മുറിക്കുന്നത്, നമ്മൾ മരം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഓക്കെ, നമുക്ക് പത്രം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചതാണല്ലോ, പത്രം എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് നോക്കിക്കോളൂ. मीना की सहेलियां जन्मदिन मनाने आई थी लेकिन അപർണ നഹീം ആ സഖി. മീനയുടെ കൂട്ടുകാരികളെല്ലാവരും ഗുൽമോഹർ മരത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ എത്തി. പക്ഷേ കൂട്ടുകാരി അപർണയ്ക്ക് മാത്രം എത്താൻ കഴിഞ്ഞില്ല. जन्मदिन समारोह का विवरण देते हुए निर्मल ने അപർണ को പത്ര ലിഖ. ഈ ജന്മദിനത്തിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് നിർമ്മൽ അപർണയ്ക്കൊരു കത്തെഴുതി. വഹ പത്ര കൽപ്പനാക്കാർക്ക് ലിഖെ. ആ പത്ര എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് സങ്കല്പിച്ചുകൊണ്ട് എഴുതാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആ പത്രത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം പത്രത്തിൽ, അതായത് കത്തിൽ? സ്ഥാനം और താരീഖ് ഉണ്ടായിരിക്കണം, അതായത് സ്ഥലം, തീയതി. അപർണക്ക സംബോധിത കിയ, അപർണയെ സംബോധന ചെയ്യണം. ജന്മദിന സമാരോഹ ക വിവരൺ, ജന്മദിനാഘോഷങ്ങളുടെ വിവരണം. സ്വനിർദ്ദേശ്. ഇത്രയുമാണ് അതിലുണ്ടാവേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്ത് വേണം? അഡ്രസ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യമേ കത്തെഴുതിയാൽ നമ്മൾ കണ്ടിരുന്നല്ലോ, സ്ഥലം ഏതായിരുന്നു? നയി ദില്ലി ആയിരുന്നു. അപ്പോൾ നമുക്ക് അത് തന്നെ അഡ്രസ്സ് വയ്ക്കാം. നിർമ്മലാണ് എഴുതുന്നത്. അപ്പോൾ വീട്ടുപേരായിട്ട് നമുക്ക് നിർമ്മൽ നിവാസ് എന്ന് കൊടുക്കാം. പിന്നെയോ നയി ദില്ലി 7 മെയ് 2014, 6-ാം തീയതിയായിരുന്നു പിറന്നാളാഘോഷം. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് കത്തെഴുതുന്നത്. പ്രിയ അപർണ, നമസ്തേ. അല്ലയോ പ്രിയ കൂട്ടുകാരി അപർണ, നമസ്തേ. തും കൈസേ ഹോ, നിനക്ക് എങ്ങനെയുണ്ട്? അച്ഛാ ഹേന, സുഖമായിരിക്കുന്നു. കൽ മേം ഔർ ബാക്കി സഹേലിയാം മീനാക്കെ ഘർ ഗയി. ഇന്നലെ ഞാനും നമ്മുടെ ബാക്കി കൂട്ടുകാരും കൂടി മീനയുടെ വീട്ടിൽ പോയിരുന്നു. തും ഭി ഹോത്തി തോ ബഹുത് ഖുഷി ഹോത്തി. നീയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ സന്തോഷമായേനെ. ഹം സബ് ഗുൽമോഹർ പേട് സേ ഹം സബ് ഗുൽമോഹർ പേട് കോ ദേഖ. ഞങ്ങളെല്ലാവരും ഗുൽമോഹർ മരത്തെ കണ്ടു. മീന സബ്കോ പേട് കാ ജന്മദിൻ മനാനെ കാ കാരൺ ബതായ. ഈ ഗുൽമോഹർ മരത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കാനുള്ള കാരണം എന്താണെന്ന് മീന പറഞ്ഞു തന്നു. ഹം സബ് ഗുൽമോഹർ കി ഛായാമേം ദാവത്ത് കി. ഞങ്ങളെല്ലാവരും ഈ ഗുൽമോഹർ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് സദ്യ കഴിച്ചു. ഫിർ ഏക് ദിൻ ഹം ദോനോം മീനാക്കെ ഘർ ചൽ ദർ. നീ വിഷമിക്കണ്ട, നമുക്ക് വേറൊരു ദിവസം നമുക്ക് 2 പേർക്കും കൂടി മീനയുടെ വീട്ടിൽ പോകാം. തുമാരി നിർമ്മൽ, എൻ്റെ നിർമ്മൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാഠം ഇന്നത്തോടുകൂടി ഇവിടെ അവസാനിച്ചു. അതായത് ഗുൽമോഹർ കാ ജന്മദിൻ എന്നുള്ള അധ്യായം അവസാനിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് നിങ്ങൾ കാണാം.